അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഇൻസ്ക്വാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സീറോ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ സ്വിഗ്ഗി ഇന്ന് അനൗൺസ് ചെയ്ത ഒരു പുതിയൊരു ടൈപ്പിംഗ് ജോബിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്വിഗ്ഗിയിൽ ഫുഡ് മാത്രമല്ലേ ഓർഡർ ചെയ്തിട്ടുള്ളൂ. ഇന്ന് മുതൽ നമുക്ക് അതിൽ ടൈപ്പ് ചെയ്ത് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്വിഗ്ഗി ഡയറക്റ്റായിട്ട് തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. ഇതിൽ ഒരു ക്വാളിഫിക്കേഷനോ എക്സ്പീരിയൻസോ ഒന്നും നമുക്ക് ആവശ്യമില്ല. സാധാരണക്കാർക്ക് നമുക്കിതിൽ വർക്ക് ചെയ്ത് ഏൺ ചെയ്യാം. അതുമാത്രമല്ല നമുക്ക് 10ാം ക്ലാസ് ആയാലും +2 ആയാലും നമുക്കിതിൽ വർക്ക് ചെയ്ത് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുമാത്രമല്ല ഏൺ ചെയ്ത എമൗണ്ട് നമുക്ക് ഡയറക്റ്റ് ബാങ്കിലോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോസിബിൾ ആണ്. അപ്പോൾ സ്വിഗ്ഗി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തരുന്ന ജോലി ആയതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ്ലി സീറോ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ ഒരു രൂപയോ കൊടുക്കാതെ തന്നെ നമുക്ക് വീട്ടിലിരുന്ന് അത്യാവശ്യം നമ്മളുടെ ഒരു മൊബൈൽ ഫോൺ മാത്രം മതി, ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിലിരുന്ന് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഈ ജോലി നിങ്ങൾ ആരും മിസ് ചെയ്യരുത്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിന് മുന്നേ നമ്മൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രമല്ല നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിത് ഡയറക്റ്റ് വീഡിയോയിലോട്ട് കിടക്കാം. സ്വിഗ്ഗിയിൽ ഫുഡ് ഓർഡർ മാത്രമാണ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് അതിൽ ടൈപ്പ് ചെയ്ത് വർക്ക് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ സ്വിഗ്ഗിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡെലിവറി ബോയ് ആ ഒരു ഫുഡ് നമ്മളുടെ വീട്ടിലോട്ട് എത്തിക്കും. ഇൻ കേസ് നമുക്ക് ആ ഫുഡിൽ എന്തെങ്കിലും നമുക്ക് കംപ്ലയിൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്വിഗ്ഗിയുടെ കസ്റ്റമർ കെയറിൽ നമ്മൾ മെസ്സേജ് ഇടും അല്ലേ? ഓക്കെ, ആ കസ്റ്റമർ കെയറിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ആ കസ്റ്റമർ കെയറിൽ നമുക്ക് 2 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഒന്ന് ചാറ്റും അതുപോലെ തന്നെ നമുക്ക് കോൾ ചെയ്യാനുള്ള ഓപ്ഷനും. അപ്പം നമ്മളുടെ വർക്ക് വന്നിട്ട് ചാറ്റിലാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് ഒരു ഡൗട്ടോ ഒരു ടെൻഷനോ വേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഇതിനെക്കുറിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് ഓൺലൈനിൽ ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് എടുത്ത് തരുന്നുണ്ട്. അതിന് പുറമെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്നുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നതിന് അവർ നമുക്കൊരു ടെംപ്ലേറ്റ് തരും. ആ ടെംപ്ലേറ്റ് നമ്മൾ കൃത്യമായിട്ട് അവർ പറയുന്ന അതേ രീതിയിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് അവർക്ക് സെൻഡ് ചെയ്യുക. ഇത്ര മാത്രമാണ് നമുക്ക് ഇതിലുള്ള ജോലി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമുക്കിതിൽ ഒരുപാട് കംപ്ലയിൻസും ക്വയറീസും ഒക്കെ വരും. ഈ ഒരു സ്വിഗ്ഗി ആപ്ലിക്കേഷനിൽ ഫുഡിനെ പറ്റിയിട്ടാവട്ടെ, എന്തിനും ഇപ്പോൾ ഡെലിവറി ടൈമിനെ പറ്റിയിട്ടാവും, ചിലപ്പോൾ ഡെലിവറി ബോയിനെ പറ്റിയിട്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് ഇപ്പോൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. അവർ തരുന്ന ആ ഒരു ഡീറ്റെയിൽസ്, ആ ഒരു ടെംപ്ലേറ്റ് നോക്കി നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ വളരെ ഈസിയാണ്, വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്കിനി രജിസ്ട്രേഷനും കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ യൂട്യൂബിൽ ഡയറക്റ്റ് ലിങ്ക് കൊടുക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട്. ആ ചാനലിലായിരിക്കും നമുക്ക് ഈ ഞാൻ ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ എല്ലാ വെബ്സൈറ്റിനും ലിങ്ക് കൊടുത്തേക്കുന്നത്. അതുപോലെ പേയ്മെൻറ്റ് പ്രൂഫും ഡീറ്റെയിൽസും കാര്യങ്ങൾ എല്ലാം അതിലായിരിക്കും അപ്ഡേഷൻസ് അറിയിക്കുന്നത്. അപ്പം നമ്മളുടെ ഈ ഒരു ജോബിൻ്റെയും ലിങ്ക് ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ടെലഗ്രാം ചാനൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മളുടെ ലിങ്ക് എല്ലാം കിട്ടാൻ സാധിക്കത്തുള്ളൂ. ആ ലിങ്കിൽ നിങ്ങൾ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്കിവിടെ ഇമെയിൽ സപ്പോർട്ടിൽ അല്ലെങ്കിൽ ചാറ്റ് സപ്പോർട്ടിലെ കസ്റ്റമർ സപ്പോർട്ടിലാണ് നമുക്കിവിടെ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ ആനുവൽ സാലറിയും കാര്യങ്ങളും അവിടെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 ലക്ഷം മുതൽ 3.75 വരെ നമുക്ക് പെർ ആനം നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഏകദേശം 16,000 മുതൽ ഒരു 31,000 വരെ നമുക്ക് മന്ത്ലി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതുപോലെ തന്നെ ഇതൊരു 4 ഡേയ്സ് ആയിട്ടേ ഉള്ളൂ നമുക്കൊരു ജോബ് അനൗൺസ് ചെയ്തിട്ട്. ഇതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഫ്രഷേഴ്സിനും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും നമുക്കിതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണെങ്കിൽ സാലറി കുറച്ചും കൂടി നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ഇതിൽ വരുന്നത് 6 ഡേയ്സ് വർക്കും അതുപോലെ തന്നെ ഒരു ഡേ നമുക്ക് ലീവാണ്. നമുക്ക് സൺഡേ ലീവ് പോസിബിൾ അല്ല. വീക്ക്ലി ഏതെങ്കിലും 1 ഡേ നമുക്ക് ലീവ് എടുക്കാം. അതുപോലെ അബൌട്ട് ദി കമ്പനി നിങ്ങൾക്ക് നോക്കാൻ മനസ്സിലാവും. ഇത് സ്വിഗ്ഗി ഡയറക്റ്റായിട്ട് ടൈപ്പ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ഈ കമ്പനിയുടെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ ഈ വായിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. ഇവരായിരിക്കും നമ്മളുടെ ഇൻ്റർവ്യൂ പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മളുടെ ഫുൾ നെയിം കൊടുക്കുക, ഇമെയിൽ ഐ ഡി കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തതിന് ശേഷം നമുക്ക് വാട്സപ്പിലോട്ട് അപ്ഡേഷൻ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ടിക്ക് ചെയ്തതെന്ന് വെച്ചാൽ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത് മൊബൈലിലോട്ട് ഒരു 4 ഡിജിറ്റ് OTP വരും. അതും കൂടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനൊരു ഇൻ്റർഫേസ്
ചോയ്സ് വരും. ഇതിൽ നമ്മൾ സ്റ്റുഡൻ്റ് ആണ്, ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ചൂസ് ചെയ്യുക, വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് വൺ ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫ്രഷർ ആയതുകൊണ്ട് ഫസ്റ്റ് ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ സിറ്റി ആണ് സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് നമുക്ക് ടൈപ്പ് ചെയ്ത് നമുക്ക് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. ഇവിടെ നമുക്ക് ഏതാണോ നമ്മളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, 10ാം ക്ലാസ് ആണോ അതല്ലെങ്കിൽ 12th ആണോ ഡിപ്ലോമ ആണോ ഡിഗ്രി ആണോ അല്ലെങ്കിൽ ബിലോ 10th ആണോ, ഏത് ഓപ്ഷൻസ് വേണോ നമുക്കത് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള അവൈലബിൾ ആണ്. അതിനുശേഷം നമ്മുടെ കോഴ്സ് സെലക്ട് ചെയ്യുക, കോഴ്സ് ടൈപ്പ് സെലക്ട് ചെയ്യുക, സ്പെഷ്യലൈസേഷൻ, നമ്മളുടെ യൂണിവേഴ്സിറ്റി ഏതാണ്, അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റാർട്ടിങ് ഇയർ, പാസിങ് ഇയർ, ഇതെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. അടുത്ത് നമ്മൾ വരുന്നത് നമ്മുടെ സ്കില്ലിൻ്റെയാണ്. അപ്പോൾ സ്കില്ലിൻ്റെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ അവർ തന്നെ നമുക്ക് കുറേ സ്കിൽസ് അവിടെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു 5 സ്കിൽസ് നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൽ ടിക്ക് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു പേജിലോട്ടായിരിക്കും പോകുന്നത്. ഇവിടെ നമ്മളുടെ കരിയർ പ്രിഫറൻസിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ എത്ര ടൈം നമുക്ക് വർക്ക് ഈ ഒരു ഇതിൽ ചെയ്യാൻ നമുക്ക് പറ്റും, 1 മാസമാണോ 2 മാസമാണോ അല്ലെങ്കിൽ 15 ദിവസമാണോ, അത് നമ്മൾ എത്ര ദിവസമാണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുക. അതിനുശേഷം ഏത് ലൊക്കേഷനിൽ ഇരുന്നാണ് നമുക്ക് വർക്ക് ചെയ്യാൻ പ്രിഫറബിൾ അത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു പോർഷൻ, ഈ ഒരു പ്രൊഫൈൽ സമ്മറി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഒരു 1000 വേർഡ്സിന് ഉള്ളിൽ അല്ലെങ്കിൽ 1000 വേർഡ്സിന് നിൽക്കുന്ന രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഇത് എപ്പോഴും ക്യാച്ച് ചെയ്യാതിരിക്കുക. ഈ ഒരു ഇത് നോക്കിയിട്ടായിരിക്കും നമ്മളുടെ ഓരോ ക്ലയൻറ്റ്സ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ പ്രൊഫൈൽ പിക്ചർ ചെയ്തതിന് ശേഷം അപ്ലോഡ് ഫോട്ടോ കൊടുക്കുക. അപ്പോൾ പ്രൊഫൈൽ പിക്ചറെല്ലാം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഫോട്ടോ കൊടുക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അവർ നമ്മൾ അട്രാക്റ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ റെസ്യൂമേ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ CV അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഗൂഗിളിൽ പോയിട്ട് നമ്മളുടെ CV അല്ലെങ്കിൽ നമുക്ക് റെസ്യൂമേ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ അവളുടെ വെരിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഒരു 5 to 7 വർക്കിംഗ് ഡേയ്സ് കഴിയുമ്പോഴായിരിക്കും നമുക്ക് അവരിൽ നിന്ന് ഒരു കൺഫർമേഷൻ കോൾ അല്ലെങ്കിൽ മെയിൽ വരുന്നത്. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണ് നമ്മൾക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും, അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. നമുക്ക് അവർ ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ ഫ്രീ ആയിട്ട് തന്നെ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഒരു വൺസ് ദ ട്രെയിനിങ് നമുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ നമുക്ക് തന്നെ അത് പറഞ്ഞു തരും. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സ്വിഗ്ഗി ഡയറക്റ്റായിട്ട് തരുന്നൊരു ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ്ലി 0 ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമ്മൾ ഒരു പൈസ പോലും ഇതിൽ ചെയ്യേണ്ട. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. അപ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആ ലിങ്കിൽ പ്രസ് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. ഇത്ര മാത്രം തന്നെ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത്രയുള്ളൂ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ഇതുപോലുള്ള നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.